ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളിലെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിലെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള യൂണിഫോം ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്ക്രീറ്റ് കേസിൽ നമ്മൾ ബൈനോമിയൽ, പോയ്സോൺ രണ്ട് ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ച് പഠിച്ചു. ഇവിടെ നമുക്ക് യൂണിഫോം, എക്സ്പൊണൻഷ്യൽ, നോർമൽ എന്ന രീതിയിൽ 3 ഡിസ്ട്രിബ്യൂഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ അവിടുത്തെ പോലെ തന്നെ ഒരു പി ഓഫ് എക്സ് ഓർ എഫ് ഓഫ് എക്സ് ഉണ്ടാവും, മീന്, വേരിയൻസിന്റെ ഡെറിവേഷൻസ് ഉണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അവിടെ നമ്മൾ ഡിസ്ക്രീറ്റ് പഠിച്ചത് ഇവിടെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ഇന്റഗ്രേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷന്റെ എഫ് ഓഫ് എക്സ് എന്താണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ ഇന്റർവെൽ എന്നുള്ള രീതിയിലായതുകൊണ്ട്, പിന്നെ യൂണിഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിഫോം ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന പ്രോസസ്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷനാണ് കൊടുക്കുക. ഇപ്പോൾ ബസ്സിന്റെ ടൈം, ട്രെയിനിന്റെ ടൈം, അതൊക്കെ യൂണിഫോം ആയിട്ടാണ്. 7 മണിക്ക് ഒരു ബസ്, പിന്നെ 7:15 അടുത്ത ബസ്, 7:00 അടുത്ത ബസ് എന്ന രീതിയിൽ ബസ്സിന്റെ ടൈം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ട്രെയിൻ, മെട്രോ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ചോദിക്കുക. കാരണം ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്തിട്ടാണ് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഒരു ഇന്റർവെൽ നമ്മൾ സാധാരണ ആൽഫ, ബീറ്റ എന്നതാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ എ ബി, അതേപോലെ യു വി, ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ് ആൽഫയാണ്, എൻഡ് ബീറ്റയാണ് എന്നുള്ള ഈ ഒരു ഇന്റർവെൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഈ ഒരു ഇന്റർവെൽ ഇതിന്റെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്: 1/ബീറ്റ മൈനസ് ആൽഫ. എപ്പോഴാണ്? ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ. എക്സിന്റെ വാല്യൂ ആൽഫ മുതൽ ബീറ്റ വരെയാണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ 1/ബീറ്റ മൈനസ് ആൽഫയാണ്. അതിപ്പോ 1 to 3 ആണ് വാല്യൂ എങ്കിൽ 1/3 മൈനസ് 1 1/2 വരും. ബാക്കി എല്ലാ സമയത്തും 0 ആയിരിക്കും അതർവൈസ്. ഓക്കെ, അപ്പൊ ഫംഗ്ഷന്റെ വാല്യൂവിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ. ആൽഫ ടു ബീറ്റ റേഞ്ചിൽ 1/ബീറ്റ മൈനസ് ആൽഫ, അല്ലാത്ത സമയത്ത് എല്ലാം ഫംഗ്ഷന്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ മീന്റെയും വേരിയൻസിന്റെയും പ്രൂഫാണ് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ പ്രൂഫുമാണ്. അപ്പൊ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ നമ്മളുടെ കയ്യിലുണ്ട്, എഫ് ഓഫ് എക്സ് കയ്യിലുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ അതിനൊരു പ്രൂഫ് ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് മീനിന്റെ പ്രൂഫ് നോക്കാം. ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ മീൻ. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എഫ് ഓഫ് എക്സ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ റേഞ്ചിൽ ഇതായിരിക്കും വാല്യൂ എന്നുള്ളത്. നമുക്കറിയാം നമ്മൾ എക്സ്പെക്ടേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് മീന് പറയുക. അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം: ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കൂ, നമ്മളുടെ ഫംഗ്ഷന് ആകെ വാല്യൂ ഉള്ളത് ആൽഫ ടു ബീറ്റയാണ്. ബാക്കി എല്ലാ സ്ഥലത്തും ഈ ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മൾ ആൽഫ ടു ബീറ്റ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ബാക്കി കംപ്ലീറ്റ് 0 ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ എക്സ് ഇൻറ്റു ആ ആൽഫ ടു ബീറ്റയിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/ബീറ്റ മൈനസ് ആൽഫയാണ്. അപ്പൊ എക്സ് ഇൻറ്റു ഞാൻ എന്ത് ചെയ്തു? ഫംഗ്ഷന് പകരം എക്സ് ഇൻറ്റു 1/ബീറ്റ മൈനസ് ആൽഫ ഡി സെറ്റ്. ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ റേഞ്ചിൽ മാത്രം ഫംഗ്ഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. പക്ഷെ ആ റേഞ്ചിൽ മാത്രമേ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ ഈ രീതിയിലോട്ട് മാറ്റി. വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഇവിടെ എക്സിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് 1/ബീറ്റ മൈനസ് ആൽഫനെ ഞാൻ പുറത്തേക്ക് വെച്ചു. പിന്നെ എന്താ ഉണ്ടാവുക? ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1/ബീറ്റ മൈനസ് ആൽഫ. എക്സിന്റെ ഇന്റഗ്രൽ നമുക്കറിയാം x²/2 ആണ്. എക്സിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് x²/2 ആണ്. ആൽഫ ലോവറിൽ വരും, ബീറ്റ അപ്പറിൽ വരും. ഇനി നമ്മൾ എന്താ ചെയ്യുക? നമുക്കറിയാം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളത്? 1/ബീറ്റ മൈനസ് ആൽഫ പുറത്തുണ്ട്. എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? ആദ്യം ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് β²/2 മൈനസ് α²/2 എന്ന് വരും. സോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1/ബീറ്റ മൈനസ് ആൽഫ, രണ്ടിലും കോമൺ ഡിനോമിനേറ്ററിൽ 2 ആയതുകൊണ്ട് β² മൈനസ് α² ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇനി മുകളിലുള്ളത് എന്താണ്? β² മൈനസ് α². നമുക്കറിയാം a² മൈനസ് b² എന്ന് പറഞ്ഞാൽ a+b ഇൻറ്റു a മൈനസ് b ആണ്. അപ്പൊ 1/ബീറ്റ മൈനസ് ആൽഫ ഇൻറ്റു β² മൈനസ് α²നെ ബീറ്റ പ്ലസ് ആൽഫ ഇൻറ്റു ബീറ്റ മൈനസ് ആൽഫ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഏതാണ് റിസൾട്ട്? റിസൾട്ട് ഞാൻ ഇവിടെ വേണം എഴുതി വെക്കുക. a² മൈനസ് b² എന്ന് പറഞ്ഞാൽ a+b ഇൻറ്റു a മൈനസ് b. ആ റിസൾട്ടാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്തത്. ഇനി മുകളിൽ നിന്നും താഴെ നിന്നും ഒരു ബീറ്റ മൈനസ് ആൽഫയും ഒരു ബീറ്റ മൈനസ് ആൽഫയും ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെന്താ ഉള്ളത്? ബീറ്റ പ്ലസ് α/2. ഇതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൂഫാണ്. നമുക്ക് ആകെ ഇതിനറിയേണ്ടത്
എക്സിന്റെ ഇന്റഗ്രൽ x²/2 എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഫംഗ്ഷൻ എന്താണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ ഫംഗ്ഷൻ എന്നുള്ളത്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. ആൽഫ ടു ബീറ്റ വാല്യൂ ഉണ്ടാവും, വേറെ എല്ലാ സ്ഥലത്തും 0 ആയിരിക്കും. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് വേരിയൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. വേരിയൻസിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വി ഓഫ് എക്സ് വേരിയൻസ്. വി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് x² മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. അതിൽ ഈ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് x² ആണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് x² അത് നമുക്ക് അത്യാവശ്യം ചെയ്യാനുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്കറിയാം ഇന്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി x² f ഓഫ് എക്സ് dx ആണ് ഇക്വേഷൻ വരിക. അതിലും നേരത്തെ പോലെ നമുക്ക് എന്ത് ചെയ്താൽ മതി? -∞ ടു ഇൻഫിനിറ്റി ആണ്, പക്ഷെ ആൽഫ ടു ബീറ്റ ചെയ്താൽ മതി. x² ഇൻറ്റു ഫംഗ്ഷന് പകരം എന്ത് കൊടുക്കാം? 1/β മൈനസ് ആൽഫ dx. ആ സ്റ്റെപ്സിനൊന്നും ഒരു ചേഞ്ചും ഇല്ല, നമുക്ക് ആകെ വാല്യൂസിന് മാത്രമാണ് ചേഞ്ചസ് വരിക. സോ ഇതിലും നമ്മൾ നേരത്തെ പോലെ 1/β മൈനസ് ആൽഫനെ പുറത്തേക്ക് വെക്കുന്നു. ദെൻ ഇന്റഗ്രൽ ആൽഫ ടു ബീറ്റ x² dx എന്ന് വരും. സോ നമുക്കറിയാം 1/β മൈനസ് ആൽഫ x²ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് x³/3 ആണ്, ആൽഫ ടു ബീറ്റ. സോ നേരത്തെ പോലെ തന്നെയാണ്, സ്റ്റെപ്സിനൊന്നും മാറ്റങ്ങളില്ല. അപ്പൊ എന്ത് വരും? 1/β മൈനസ് ആൽഫ ഇൻറ്റു എക്സിന് പകരം ബീറ്റ കൊടുക്കുക. അപ്പൊ β³/3 മൈനസ് ആൽഫ ക്യൂബ്/3. അത് ഈ അപ്പറിലുള്ള ബീറ്റ കൊടുത്തു, β³/3 മൈനസ് പിന്നെ ലോവറിലുള്ള ആൽഫ കൊടുത്തു, ആൽഫ ക്യൂബ്/3. സോ എന്ത് വരും? 1/β മൈനസ് ആൽഫ, ഡിനോമിനേറ്റർ ഈക്വൽ ആയതുകൊണ്ട് β³ മൈനസ് ആൽഫ ക്യൂബ്/3. ഇനി നേരത്തെ നമ്മൾ β² മൈനസ് ആൽഫ സ്ക്വയറിന് റിസൾട്ട് കൊടുത്തിരുന്നു. അതേപോലെ a³ മൈനസ് b³ ഒരു ഇക്വേഷൻ ഉണ്ട്. a³ മൈനസ് b³ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്: a - b ഇൻറ്റു a² പ്ലസ് ab പ്ലസ് b². ഈ ഒരു റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. a - b ഇൻറ്റു a² പ്ലസ് ab പ്ലസ് b² എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആ റിസൾട്ടാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളുടെ റിലേഷൻ എന്ത് വരും? 1/β മൈനസ് ആൽഫ ഇൻറ്റു എക്ക് പകരം ബീറ്റ, ബിക്ക് പകരം ആൽഫ. സോ എന്ത് വരും? ബീറ്റ മൈനസ് ആൽഫ ഇൻറ്റു β² പ്ലസ് ബീറ്റ ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3. ഇടയ്ക്ക് ശ്രദ്ധിക്കുക, ഈക്വേഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിട്ട് അതിൽ എക്ക് പകരം ബീറ്റയും ബിക്ക് പകരം ആൽഫയും കൊടുത്താൽ കൃത്യമായിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? നിങ്ങൾക്ക് മുകളിൽ ഒരു ബീറ്റ മൈനസ് ആൽഫ താഴെയും കാണാം, അത് ഞാൻ കട്ട് ചെയ്ത് പോകുന്നു. ഇനി ദെൻ β² പ്ലസ് ആൽഫ ബീറ്റ പ്ലസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3. ബീറ്റ ആൽഫയും ആൽഫ ബീറ്റയും സെയിം ആണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ആൽഫ ബീറ്റ എന്ന് എഴുതിയത്. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം, ബീറ്റ ആൽഫ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ബീറ്റ ആൽഫ. ഓക്കെ, അപ്പൊ ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് x². അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് എക്സ്പെക്ടേഷൻ ഓഫ് x² ആണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് x² ആയി, എക്സ്പെക്ടേഷൻ ഓഫ് x ആയി. ഇത് വെച്ചിട്ട് നമ്മൾ നമ്മളുടെ വി ഓഫ് എക്സ് കണ്ടുപിടിക്കുകയാണ്. വി ഓഫ് എക്സിന്റെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതാം: എക്സ്പെക്ടേഷൻ ഓഫ് x² മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് x² എന്താണ്? β² പ്ലസ് ബീറ്റ ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു, ബീറ്റ പ്ലസ് ആൽഫ ബൈ 2 ദ ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇതാ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ബീറ്റ പ്ലസ് ആൽഫ ബൈ 2. അതിന് നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് തുറന്ന് നോക്കാം. ബ്രാക്കറ്റ് തുറന്നാൽ എന്താ ഉണ്ടാവുക? β² പ്ലസ് ബീറ്റ ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 മൈനസ് ബീറ്റ പ്ലസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2² 2² എന്ന് പറഞ്ഞാൽ 4 വരും. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബീറ്റ പ്ലസ് ആൽഫ സ്ക്വയർ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി അങ്ങോട്ടുള്ള കാൽക്കുലേഷൻസ് നിങ്ങൾ ഇടയ്ക്ക് ശ്രദ്ധിക്കണം, തെറ്റിപ്പോകാൻ വളരെ ചാൻസ് ഉള്ളതാണ്. സോ ഡിവൈഡഡ് ബൈ 3 മൈനസ് ശ്രദ്ധിക്കുക, നമ്മൾ ബീറ്റ പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താ വരിക? β² പ്ലസ് 2 ബീറ്റ ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ആ മൈനസിനെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, മൈനസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന സമയത്ത് തെറ്റരുത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 4 ഇൻറ്റു β² പ്ലസ് ബി ആൽഫ
ആൽഫ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു ഇങ്ങോട്ട് ചെയ്യാം. സോ എന്ത് വരും? 4 ഇൻറ്റു ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു ബീറ്റ സ്ക്വയർ പ്ലസ് 2 ബീറ്റ ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. ഈ സ്റ്റെപ്പാണ് നിങ്ങൾ റെഡിക്ക് ശ്രദ്ധിക്കേണ്ടത്. ഈ സ്റ്റെപ്പിലാണ് ഒരുപാട് മിസ്റ്റേക്ക് നമ്മൾ വരുത്താൻ ചാൻസ് ഉള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 4 ബീറ്റ സ്ക്വയർ പ്ലസ് 4 ബീറ്റ ആൽഫ പ്ലസ് 4 ആൽഫ സ്ക്വയർ മൈനസ് 3 ബീറ്റ സ്ക്വയർ മൈനസ് 6 ബീറ്റ ആൽഫ മൈനസ് 3 ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. ഓരോ സ്റ്റെപ്പ് നിങ്ങൾ ഇടയ്ക്ക് ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ ഓപ്പൺ ചെയ്യാനുള്ള ബ്രാക്കറ്റുകളെല്ലാം നമ്മൾ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. 4 ബീറ്റ സ്ക്വയറിന് 3 ബീറ്റ സ്ക്വയർ കുറച്ചാൽ നമുക്കറിയാം ഒരു ബീറ്റ സ്ക്വയർ. ഇവിടെ 4 ബീറ്റ ആൽഫ ഇവിടെ മൈനസ് 6 ബീറ്റ ആൽഫ എന്ത് വരും? മൈനസ് 2 ബീറ്റ ആൽഫ എന്ന് വരും. 4 മൈനസ് 2 4 ആൽഫ സ്ക്വയറിന് 3 ആൽഫ സ്ക്വയർ കുറച്ചാൽ പ്ലസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. ഇങ്ങനെയായിട്ട് നമ്മളുടെ ആൻസർ എന്ത് ചെയ്തു? ചുരുങ്ങി. ഇനി ഇവിടെയാണ് നിങ്ങൾ എടുത്ത് ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ളത് എ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? എ സ്ക്വയർ മൈനസ് 2ab. അതാണ് ഇവിടെ കണ്ടോ? എയുടെ സ്ഥാനത്ത് ബീറ്റ ആൽഫ, ബിയുടെ സ്ഥാനത്ത് ആൽഫ. സോ ഈ മുകളിലുള്ളതിനെ നമുക്ക് ചെറുതാക്കി ഇങ്ങനെ എഴുതാം, ബീറ്റ മൈനസ് ആൽഫ സ്ക്വയർ എന്ന് എഴുതാം. അതായത് ബീറ്റ മൈനസ് ആൽഫ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ് എന്ത്? ബീറ്റ സ്ക്വയർ മൈനസ് 2 ബീറ്റ ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. അപ്പോൾ ബീറ്റ മൈനസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 ആണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ റെഡിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ പ്ലസ് ആൽഫ ബൈ 2 ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് ബീറ്റ മൈനസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത് വെച്ചിട്ടാണ് കൂടുതൽ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ഒരു ചെറിയ ഒരു എക്സാമ്പിൾ എന്ന രീതിയിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ മുന്നേ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ബൈ 2 ഓർ ബീറ്റ പ്ലസ് ആൽഫ ബൈ 2 രണ്ടായാലും സെയിം ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് ബീറ്റ മൈനസ് ആൽഫ സ്ക്വയർ ബൈ 12. ഇത് ആൽഫ മൈനസ് ബീറ്റ സ്ക്വയറിന് സെയിം ആണെന്ന് വിചാരിക്കരുത്, കാരണം മൈനസ് ആയതുകൊണ്ട് മാറും. അപ്പോൾ ബീറ്റ മൈനസ് ആൽഫ സ്ക്വയർ ബൈ 12 തന്നെ മനസ്സിലാക്കി വെക്കുക. ബീറ്റ എന്ന് പറയുന്നത് രണ്ടാമത്തെ വാല്യൂ ആണ്. നമ്മൾ ആൽഫ ബീറ്റ എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ രണ്ടാമത്തെ വാല്യൂ മൈനസ് ഒന്നാമത്തെ വാല്യൂ എന്നുള്ളത് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് ഒരു ഇന്റർവെല് തന്നിരുന്നത് -3 to 3 ആണ്. ക്വസ്റ്റ്യൻ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, അതിന്റെ കുറച്ച് ഹിന്റ്സ് മാത്രം തരികയാണ്. ഒരു റാൻഡം വേരിയബിൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് -3 to 3 ഇന്റർവെല്ലിൽ. എന്നിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മോഡ് x-2 ലെസ് ദാൻ 2. ഈ പ്രോബബിലിറ്റി ആയിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞത്. പ്രോബബിലിറ്റി ഓഫ് മോഡ് x-2 ലെസ് ദാൻ 2 എന്നുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു. നമുക്കറിയാം പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് തന്നിട്ടുണ്ട്, മാത്രമല്ല ആൽഫ -3 ആണ്, ബീറ്റ 3 ആണ്. അതൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്, ആൽഫ 3 ബീറ്റ -3. കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഒരു പ്രോബബിലിറ്റി ആണ്. അപ്പൊ പ്രോബബിലിറ്റി നമുക്കറിയാം, പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ഏത് പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ആയാലും നമുക്കറിയാം ഇന്റഗ്രൽ -∞ to ∞ f(x) dx. ഇതാണ് കണ്ടിന്യൂസ് കേസിൽ എന്ത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഇവിടുത്തെ f(x)ന്റെ കാര്യം, ഇവിടുത്തെ f(x) എന്താ വരിക? യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ f(x) നമുക്കറിയാം. നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ f(x) അറിയാം, 1/β മൈനസ് ആൽഫയാണ്. 1/β മൈനസ് ആൽഫ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? 1/β എന്ന് പറയുന്നത് 3 ആണ്, ആൽഫ എന്ന് പറയുന്നത് -3 ആണ്. 3 -3 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 1/6. എപ്പോ -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ബാക്കി എല്ലാ സ്ഥലത്തും 0 ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ f(x) എന്ന് പറയുന്നത്, 1/6 -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. പക്ഷേ ഈ ഇന്റഗ്രലിന്റെ റേഞ്ച് നമുക്ക് കിട്ടണം, എവിടെ മുതൽ എവിടെ വരെയാണ്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഏതാണ്? പ്രോബബിലിറ്റി ഓഫ് മോഡ് x-2 ലെസ് ദാൻ 2. ഈ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. അതിനു വേണ്ടി നമ്മൾ മുന്നേ പഠിച്ചൊരു റിസൾട്ട് ഉണ്ട്. മോഡ് x ലെസ് ദാൻ a ആണെങ്കിൽ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കേട്ടോ. ക്വസ്റ്റ്യന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് മോഡ് x-2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ള. ലെസ് ദാൻ ആയാലും പ്രശ്നമില്ല, നമുക്ക് റിസൾട്ട് അപ്ലൈ ചെയ്യാം. ലെസ് ദാൻ ഓർ ഈക്വൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ -a ലെസ് ദാൻ x ലെസ് ദാൻ a എന്ന് എഴുതാം. അതായത് മോഡ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ആണെങ്കിൽ, അല്ലെങ്കിൽ ലെസ് ദാൻ a ആണെങ്കിൽ
മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ എന്ന് എഴുതാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കൂ. ഇവിടെ നമുക്കുള്ളത് മോഡ് എക്സ് മൈനസ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതിനെനിക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എയുടെ സ്ഥാനത്തുള്ളത് 2 ആണ്. എക്സിന് പകരം ഒരു എക്സ് മൈനസ് 2 ഉണ്ട്. അപ്പൊ എങ്ങനെ എഴുതാം? മൈനസ് 2 ലെസ് ദാൻ എക്സ് മൈനസ് 2 ലെസ് ദാൻ 2 എന്ന് എഴുതാം. ഈ റിസൾട്ട് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. മോഡിനുള്ളിൽ എക്സ് ആണ്, പക്ഷെ ഇവിടെ മോഡിനുള്ളിൽ ആരുണ്ട്? എക്സ് മൈനസ് 2 ഉണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 2. അതിനാണെങ്കിൽ മൈനസ് എ. അപ്പൊ മൈനസ് 2 ലെസ് ദാൻ എക്സിന് പകരം എക്സ് മൈനസ് 2 ലെസ് ദാൻ 2. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ മൈനസ് 2നെ രണ്ട് ഭാഗത്തേക്ക്, നിങ്ങൾ ഇനീക്വാലിറ്റീസ് +2 പഠിച്ചിട്ടുണ്ട്. കൊണ്ടുപോകുന്ന എക്സിനെ സിംഗിൾ ആക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ കൊണ്ടുപോകുമ്പോൾ ഇത് ഇങ്ങോട്ടും പോകണം ഇങ്ങോട്ടും പോകണം. അപ്പൊ എന്ത് വരും? -2 + 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 + 2. ഈ -2 അങ്ങോട്ടും പോകുമ്പോൾ +2 ആയി, ഇങ്ങോട്ടും പോകുമ്പോൾ +2 ആയി. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 4. അപ്പൊ എക്സിന്റെ നമ്മളുടെ റേഞ്ച് പോകുന്നത് നമുക്ക് മനസ്സിലായി. നമുക്ക് ഈ ഇന്റഗ്രൽ കണ്ടുപിടിക്കുന്ന ഇന്റഗ്രൽ 0 to 4 f of x dx ആണ്. അപ്പൊ നിങ്ങൾ റെഡിക്ക് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് ചോദിച്ചാൽ ഈ റിസൾട്ട് മോഡ് എക്സ് ലെസ് ദാൻ എ ആയാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയാലും പ്രശ്നമില്ല. മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ എന്നുള്ള റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം ചെയ്യാം. ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഇന്റഗ്രൽ ചെയ്താൽ മതി. അതായത് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള പ്രോബബിലിറ്റി ഓഫ് മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇത് ചെയ്താൽ മതി. അതിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളുടെ ഫംഗ്ഷൻ ആകെ വാല്യൂ ഉള്ളത് -3 to 3 ആണ്. -3 to 3 നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ ഉള്ളത്. വേറെ എല്ലാ സ്ഥലത്തും 0 ആണ്. അപ്പൊ നമുക്ക് പോകേണ്ടത് 0 to 4 ആണ്. അപ്പൊ 0 to 3 വരെ നമുക്ക് ഇതാണ് ഫംഗ്ഷന്റെ വാല്യൂ. 3ക്ക് അപ്പുറത്ത് എല്ലാ സ്ഥലത്തും ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മൾ ഇത് എവിടെ മുതൽ എവിടം വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി? 0 to 3 ചെയ്താൽ മതി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ -3 മുതൽ 3 വരെ മാത്രമേ ഈ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. അതിൽ തന്നെ 0 മുതലാണ് ഇവിടെ തുടങ്ങുന്നത്. 0 to 4 ആണ് പോകേണ്ടത്. പക്ഷെ നമുക്ക് 0 to 3 പോകേണ്ട ആവശ്യമുള്ളൂ. 3ന്ന് അങ്ങോട്ട് എല്ലാ സ്ഥലത്തും ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. എഫ് ഓഫ് എക്സിന് പകരം നമ്മൾ കണ്ടുപിടിച്ച ആ വാല്യൂ 1/6 dx. ഇതെങ്ങനെ ചെയ്യാം? 1/6 ഒരു കോൺസ്റ്റന്റ് ആണ്, നമുക്കറിയാം. അത് പുറത്തേക്ക് വന്നാൽ ഇന്റഗ്രൽ 0 to 3 അല്ലെങ്കിൽ വേണ്ട, 1/6ന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ 1/6x ആണ്. കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ നമുക്കറിയാം, കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ആണ്. ഓക്കെ, കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു എക്സിന് ആദ്യം 3 കൊടുക്കുന്നു. 1/6നെ ഞാൻ പുറത്തേക്ക് എടുത്താൽ പിന്നെ അവിടെ ഉള്ളത് എക്സ് ആണ്. എക്സിന് 0 to 3 which is equal to 1/6 into 3 minus 0 which is equal to 3/6 ചെറുതാക്കിയാൽ 1/2. അപ്പൊ ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്റർവെൽ -3 to 3 ഈ പ്രോബബിലിറ്റി ആണ് ചോദിച്ചത്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മളുടെ കണ്ടിന്യൂസിൽ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ -∞ to ∞ f of x dx ആണ്. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനിലും -∞ to ∞ പോകേണ്ട ആവശ്യമില്ല. കാരണം ആ ഫംഗ്ഷൻ നോക്കുക. ഇപ്പൊ ഈ ഫംഗ്ഷൻ തന്നെ -3 to 3 മാത്രമേ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ 1/6. വേറെ എല്ലാ സ്ഥലത്തും ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അതിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എടുത്തു. അപ്പൊ ഈ ഒരു റിസൾട്ട്, ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഈ ഒരു റിസൾട്ട് വേണം. അതൊന്ന് ഓർത്ത് വെക്കുക. റിസൾട്ട് അനുസരിച്ച് എക്സ് പോകുന്നത് 0 മുതൽ 4 വരെയാണ്. അപ്പൊ നമുക്ക് -∞ to ∞ വേണ്ട, 0 to 4 മതി. അതിൽ തന്നെ നമുക്ക് 0 to 3 ചെയ്താൽ മതി. കാരണം 3യുടെ അപ്പുറത്തേക്ക് 3 മുതൽ 4 വരെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 0. അത് നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ +0 എന്ന് എഴുതിയിടാം. അതെങ്ങനെ വരുന്നു? ഇന്റഗ്രൽ 3 to 4 0 dx എന്നാണ് വരിക, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ചെയ്യാൻ സമയം കളയേണ്ട ആവശ്യമില്ല. 3 to 4 ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പൊ പിന്നെ ഇന്റഗ്രലിന്റെ റിസൾട്ട്, കോൺസ്റ്റന്റിന്റെ ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് ആണ്. സോ 1/6 ഇൻറ്റു എക്സ് ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻസർ ചെയ്യുന്നു. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആൽഫ ബീറ്റ എന്ന് പറയുന്ന ഇന്റർവെല്ല് 1/β മൈനസ് ആൽഫ. ആൽഫ മുതൽ ബീറ്റ വരെ ഫംഗ്ഷന്റെ വാല്യൂ അതാണ് 0. അതർവൈസ് വേറെ എല്ലാ സ്ഥലത്തും ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അതിന്റെ മീൻ നമ്മൾ പ്രൂവ് ചെയ്തു, ബീറ്റ പ്ലസ് ആൽഫ/2. വേരിയൻസ് നമ്മൾ പ്രൂവ് ചെയ്തു, ബീറ്റ മൈനസ് ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. വേരിയൻസിന്റെ പ്രൂഫ് അത്യാവശ്യം ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് അത് പഠിക്കാം. നിങ്ങളുടെ സീനിയേഴ്സിന് റെഗുലർ എക്സാമിന് ചോദിച്ചത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അതേപോലെ അവരുടെ സപ്ലി എക്സാമിന് ഐ തിങ്ക് ബൈനോമിയൽ. അപ്പൊ മിക്കവാറും ഈ പ്രാവശ്യം യൂണിഫോം ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇതിന്റെ മീനും വേരിയൻസും പ്രൂഫും ഡിറൈവ് ദ മീൻ ആൻഡ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ അതിന്റെ എഫ് ഓഫ് എക്സ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നിർബന്ധമായിട്ടും നിങ്ങൾ എഴുതണം. അപ്പൊ നിങ്ങൾ ഈ ഡെറിവേഷൻസ് ഒക്കെ നോട്ട് ചെയ്യുക. എന്നിട്ട് ഇതായിട്ട് റേറ്റ് ചെയ്തിരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ ആഡ് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയാലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ ആഡ് ചെയ്യും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? റിലേറ്റഡ് പ്രോബ്ലംസ് കൃത്യമായിട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.